all can actually see the PowerPoint presentation. Alright, അപ്പോൾ ഇന്നത്തെ സെഷൻ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് is on 7 lessons an investor should focus on. ഇൻവെസ്റ്റേഴ്സ് ആറ്റിറ്റ്യൂഡും ഒരു എംപ്ലോയി ആറ്റിറ്റ്യൂഡിലും ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മളിവിടെ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇൻവെസ്റ്റർ ആറ്റിറ്റ്യൂഡിലോട്ടാണ് ഫോക്കസ് ചെയ്തിട്ട് സെമിനാർ എടുക്കാൻ പോകുന്നത്. ഓൾറൈറ്റ്, സോ ഈ 7 lessons സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് മൈ റോൾ മോഡൽ മിസ്റ്റർ വാറൻ ബഫേ. ഇയാളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഹു ഇസ് വാറൻ ബഫേ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? Can you please send some messages in the chat box? Who is Warren Buffett? Okay, കേട്ടിട്ടില്ലെങ്കിൽ അയാളെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. വാറൻ ബഫേ എന്ന് പറയുന്ന ഒരു പേഴ്സൺ, ഹി ഈസ് ആക്ച്വലി ദി ഓണർ ഓഫ് എ കമ്പനി കോൾഡ് ആസ് ബർക്ക്ഷയർ ഹാത്തവേ. ഈ ബർക്ക്ഷയർ ഹാത്തവേ എന്ന് പറഞ്ഞ ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്, US ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ്. ഈ കമ്പനിയിൽ അയാൾ തുടങ്ങിയ സമയത്ത് അയാളുടെ അടുത്ത് വളരെ ലിമിറ്റഡ് ഫണ്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ 4 years back, I think 2016 എന്റെ ഓർമ്മ, 4 years back he was the world's richest man. അന്ന് ബിൽ ഗേറ്റ്സ് ആയിരുന്നു വേൾഡിന്റെ ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ. അയാളെ പോലും ഓവർടേക്ക് ചെയ്ത ഒരാളാണ് വാറൻ ബഫേ. വാറൻ ബഫേയുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം വരുന്നത് ഇറ്റ്സ് പ്യൂർലി ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഹി മേക്സ് ഓൾ ഹിസ് മണി പ്യൂർലി ഫ്രം ദ സ്റ്റോക്ക് മാർക്കറ്റ്. നൗ അയാളുടെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഐ വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എന്നിട്ട് ആ ഒരു തിയറി വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇൻവെസ്റ്റ്മെന്റിൽ വരുന്ന 7 റൂൾസും കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, വാറൻ ബഫേ ഹാഡ് എ ബ്യൂട്ടിഫുൾ ഡിസിപ്ലിൻഡ് ലൈഫ്. എല്ലാ ദിവസവും 11 o'clock കറക്റ്റ് ടൈമിലാണ് ഉറങ്ങുക. രാവിലെ 6 o'clock ഇരിക്കും. എല്ലാ ദിവസവും 7 hours ഓഫ് സ്ലീപ്പ് അറ്റ് നൈറ്റ്. 6 മണിക്ക് എണീച്ച് കഴിഞ്ഞാൽ ആദ്യം പുള്ളി എണീച്ച് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഹി വിൽ ഹാവ് സം കോഫി. 7 o'clock ആകുമ്പോഴത്തേക്കും അയാളുടെ ഒരു സ്റ്റഡി റൂം ഉണ്ട്, അയാളുടെ വീട്ടിലൊരു സ്റ്റഡി റൂം ഉണ്ട്. അവിടെയാണ് പൊതുവെ പോയിട്ട് അയാൾ എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യുക. 7 മണി മുതൽ 12 o'clock വരെ, ഓക്കെ, 5 hours ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ സൗണ്ട് പ്രൂഫ് റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ 5 types ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഹി വിൽ റീഡ്. അപ്പാർട്ട് ഫ്രം സ്റ്റഡിങ് ദ 5 types ഓഫ് ന്യൂസ് പേപ്പേഴ്സ്, ഒരുപാട് കമ്പനീസിന്റെ ഫൈനാൻഷ്യൽ പെർഫോമൻസും അതിന്റെ റിസർച്ചസും കാര്യങ്ങളൊക്കെ ഇൻ ഡെപ്ത് ആയിട്ട് പഠിക്കും. കറക്റ്റ് 12 o'clock അയാൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. ഹി വിൽ ടേക്ക് ഹിസ് കാർ, ഹി വിൽ ഗോ ടു ഹിസ് കമ്പനി ബർക്ക്ഷയർ ഹാത്തവേ. വൺസ് ഹി ഗോസ് ടു ദിസ് കമ്പനി, വാട്ട് ഹി വിൽ ഡു ഇസ്, ഓൺ ദ വേ ദർ ഇസ് എ പെട്രോൾ പമ്പ്. ഈ പെട്രോൾ പമ്പിൽ തന്നെ ദർ ഇസ് എ മെക്ഡോണൽഡ്സിന്റെ ഒരു സ്റ്റോർ ഉണ്ട്. അയാളെ മെക്ഡോണൽഡ് സ്റ്റോറിൽ കയറിയിട്ട് അവിടെ കറക്റ്റ്ലി ഒരു ഓർഡർ ഉണ്ടാവും, either a burger or a particular menu with Coca-Cola. Warren Buffett was a crazy fan of Coca-Cola. ഒരുപാട് കുടിക്കും. Even now he drinks Coke a lot. So അവിടെ അത് വാങ്ങി കുടിച്ച് നേരെ ഓഫീസിലോട്ട് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് എത്തും. He is from a very small town. ഒമാഹ എന്നാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ ഇപ്പം ഒരു ചെറിയ സ്ഥലമായതുകൊണ്ട് ട്രാഫിക് അധികം ഉണ്ടാവാറില്ല. അയാൾക്ക് പെട്ടെന്ന് അയാളുടെ സ്ഥലത്ത് എത്താൻ പറ്റും. അയാളുടെ ഓഫീസ് എത്തിക്കഴിഞ്ഞാൽ അപ്പൊ ഷെയർ മാർക്കറ്റിൽ വരുന്ന പ്രൈസ് ഒക്കെ അയാൾ നോക്കും. ഷെയർ മാർക്കറ്റ് രാവിലെ ഓൾറെഡി 9 മണി 9:30 ആകുമ്പോൾ ഓപ്പൺ ആവും. പക്ഷേ ഇനീഷ്യലി മാർക്കറ്റ് ഭയങ്കര ഫ്ലക്ച്വേറ്റിംഗ് ആയിരിക്കും. 12 മണി കഴിഞ്ഞാൽ മാർക്കറ്റ് സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിലാണ് ഇയാൾ കമ്പനിയുടെ പ്രൈസ് ഒക്കെ നോക്കിയിട്ട് വാറൻ ബഫേ വിൽ സേ, പുട്ട് മണി ഇൻ ദിസ് കമ്പനി വി വിൽ മേക്ക് പ്രോഫിറ്റ്, പുട്ട് മണി ഹിയർ വി വിൽ നോട്ട് മേക്ക് എ പ്രോഫിറ്റ്. അങ്ങനെ അയാൾ ഏത് കമ്പനിയിലാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ കമ്പനിയുടെ പ്രോഫിറ്റ്സ് കൂടിയിരിക്കും. കാരണം അതിന്റെ ഇൻഡെപ്ത് ഹോംവർക്ക് ആണ് രാവിലെ 7 മണി മുതൽ 12 മണി വരെ വാറൻ ബഫേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഒരു ട്രെൻഡായി. ഓക്കെ, ആൾക്കാരൊക്കെ വാറൻ ബഫേനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. വാറൻ ബഫേ ഒരു ഷെയറിൽ പൈസ ഇടുകയാണെങ്കിൽ എല്ലാവരും അതേ ഷെയറിലാണ് പോയിട്ട് എന്ത് ചെയ്യുക, ഫണ്ട് ഇടുക. അപ്പം ഇയാളൊരു തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും ബാക്കിൽ 100 ആൾക്കാർ അതേ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ തെറ്റായ ഇൻവെസ്റ്റ്മെന്റ് എന്തായിട്ട് മാറും, ഒരു ശരിയായ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറാറുണ്ടായിരുന്നു. That was the beauty of Warren Buffett. And with this extreme good disciplined life and this high in-depth research, Warren Buffett became the world's richest man at one point of time. So what he said was, പുള്ളി പറഞ്ഞ ഒരു വേർഡിങ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു. There is a difference between being poor and broke. Broke is temporary, poor is eternal. നമ്മൾ റിച്ച് ആണോ പുവർ ആണോ നമ്മുടെ മൈൻഡിലാണ് അത് കിടക്കുന്നത്. അപ്പൊ നമ്മുടെ മൈൻഡ് സെറ്റിൽ നമ്മളത് തോൽവി സമ്മതിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വലുതാവാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ മൈൻഡിൽ താൽക്കാലിക ഡിഫീറ്റ് ആണ്, ഇത് എനിക്ക് ഓവർകം ചെയ്ത് നന്നായിട്ട് മുമ്പോട്ട് നീങ്ങാം എന്ന് വിശ്വാസമുള്ള ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ലൈഫിൽ വളരെ നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നൗ റിച്ച് വേഴ്സസ് പുവർ, അതിന് മുകളിൽ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ബുക്ക് ഉണ്ട്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ എന്തായാലും വായിക്കണം. ദ ബുക്സ് നെയിം ഇസ് കോൾഡ് ആസ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഇതിൽ പറയുന്നത്
ഒരു റിച്ച് ആയ ഫാദർ അവന്റെ മകൻ എന്തൊക്കെ പഠിപ്പിക്കും, ഒരു പുവർ ആയ ഫാദർ അവന്റെ മക്കൾ എന്തൊക്കെ പഠിപ്പിക്കും, എന്തുകൊണ്ടാണ് ദ റിച്ച് ബിക്കംസ് ദ റിച്ച്, വൈ ദ പുവർ ബിക്കംസ് ദ പുവർ എന്ന് ഒരു വളരെ ബ്യൂട്ടിഫുൾ രീതിയിൽ പറഞ്ഞ ഒരു ബുക്കാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ആ ബുക്കിൽ പറഞ്ഞ ഏറ്റവും ഫസ്റ്റ് റൂളാണ് ദ റിച്ച് ഡു നോട്ട് വർക്ക് ഫോർ മണി, മണി വർക്ക്സ് ഫോർ ദം. ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞ ഒരു പോയിന്റ്. ഇൻവെസ്റ്റർ മെന്റാലിറ്റിയും എംപ്ലോയ് മെന്റാലിറ്റിയിലും നല്ല വ്യത്യാസമുണ്ട്. ഇൻവെസ്റ്റർ മെന്റാലിറ്റി എന്താന്ന് വെച്ചാൽ എനിക്ക് അധികം പണിയെടുക്കണ്ട, പക്ഷേ എനിക്ക് വേണ്ടി എന്റെ മണി എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ഞാൻ പണി എടുത്താലും എടുത്തിട്ടില്ലെങ്കിലും ഇഫ് മൈ മണി വർക്ക്സ് ഫോർ മീ ഐ വിൽ ബി റിലാക്സ്ഡ്. വാറൻ ബഫെ എപ്പോഴും പറയും, ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ എനിക്ക് ലൈഫിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ പണിയെടുത്താൽ മാത്രമേ എനിക്ക് ഏർണിങ്സ് കിട്ടുള്ളൂ, പണിയെടുത്തിട്ടില്ലെങ്കിൽ ഏർണിങ്സ് കിട്ടൂല എന്നുള്ളൊരു തിയറി ആണെങ്കിൽ ലോങ് ടേം അതൊരിക്കലും സർവൈവ് ചെയ്യൂല. The rich do not work for money. Money works for the rich. And that is why we are here. Investors ആണ് ഏറ്റവും അധികം പ്രോഫിറ്റ് ഉണ്ടാക്കുക. And why investors make maximum profit is because it is not that they are working. It is the money working for them. Now, ഇന്നത്തെ സെഷൻ നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് തരാൻ പോകുന്ന 7 ലെസൺസ് ആണ്. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും ഒരു ബിസിനസ്മാൻ ആണെങ്കിലും നിങ്ങൾ ഒരു ബിസിനസ്സിൽ ഏർണിംഗ് ചെയ്യുന്ന ഒരു മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് ഫൈനാൻഷ്യൽ ലിറ്ററസി. യു ഷുഡ് ബി അവെയർ ഓഫ് ഫൈനാൻഷ്യൽ അവെയർനെസ്. ഇറ്റ് ഈസ് ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഹൗ മച്ച് മണി യു മേക്ക്. വി ഓൾ ഏൺ മണി, ബട്ട് വാട്ട് മാറ്റേഴ്സ് ഇസ് ഹൗ മച്ച് മണി യു കീപ് വിത്ത് യുവർ സെൽഫ്. ഇഫ് യു ഏൺ ലോട്ട് ഓഫ് മണി ആൻഡ് യു സ്പെൻഡ് എ ലോട്ട് ഓഫ് മണി, കയ്യിലൊന്നും ഇല്ലെങ്കിൽ അർത്ഥമില്ല. പക്ഷേ ഐ ഇൻവെസ്റ്റ്, ഐ മേക്ക് എ ലോട്ട് ഓഫ് മണി, ഐ സേവ് എ ലോട്ട് ഓഫ് മണി, അങ്ങനെ ആണെങ്കിൽ ഓബ്വിയസ്ലി എന്ത് സംഭവിക്കും, അവിടെ നമുക്ക് നല്ലൊരു റിട്ടൻഷനും കാര്യങ്ങളും ഉണ്ടാവും. സോ ഇവിടെയാണ് ആദ്യത്തെ റൂൾ ഞാൻ നിങ്ങൾ എല്ലാവരും ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് പറയാൻ പോകുന്ന ഒരു ഫസ്റ്റ് റൂൾ ആണ് ദ റിച്ച് അക്വയേഴ്സ് അസെറ്റ്സ്, ദ പുവർ അക്വയേഴ്സ് ലയബിലിറ്റി. ഫൈനാൻഷ്യൽ ടേംസിൽ ഒരു 2 പുതിയ ടേംസ് ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്, അസെറ്റ്, ലയബിലിറ്റി. റിച്ച് ഓൾവേസ് ഇൻവെസ്റ്റ് മണി ഇൻ അസെറ്റ്സ്, പുവർ ഓൾവേസ് ഇൻവെസ്റ്റ് മണി ഇൻ ലയബിലിറ്റി. Now friends, tell me, ഒരു അസെറ്റും ലയബിലിറ്റിയിൽ വ്യത്യാസം എന്താണ്? അസെറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഭാവിയിൽ പണം തിരിച്ചു കിട്ടണം, അതിന് പറയുന്ന പേരാണ് എന്ത്, അസെറ്റ്സ്. പക്ഷേ ഒരു ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിലോട്ട് ഞാൻ എന്റെ ഫണ്ട് ചെലവാക്കി കഴിഞ്ഞാലും നാളെ എനിക്ക് തിരിച്ചൊന്നും കിട്ടൂല, എനിക്ക് അവിടെ നഷ്ടം മാത്രമേ വരുള്ളൂ, നാളെ എനിക്ക് ചെലവ് മാത്രമേ കൂടുകയുള്ളൂ. ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആയിട്ട് ടാലി ആവൂല. ഇൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് അസെറ്റ്സിന്റെ മീനിങ് വേറെയാണ്, ലയബിലിറ്റി മീനിങ് വേറെയാണ്. പക്ഷെ ഈ ബുക്കിൽ പറഞ്ഞ തിയറി, റിച്ച് ഡാഡ് പുവർ ഡാഡിൽ പറഞ്ഞ തിയറി പ്രകാരം അസെറ്റ്സും ലയബിലിറ്റിക്കും ഡെഫിനിഷൻ വ്യത്യാസമുണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ ആണ് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ അസെറ്റ്സ് ആണ്, ഇത്രയും കാര്യങ്ങൾ ലയബിലിറ്റി ആണ്. ഫ്രണ്ട്സ്, ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു അസെറ്റ് ആണ്. കാരണം എന്താ, ഇന്ന് 1 കോടി ഞാൻ ലാൻഡിൽ ഇട്ട് കഴിഞ്ഞാൽ നാളെ ചിലപ്പോൾ എനിക്ക് 1.5 കോടി തിരിച്ച് കിട്ടാം. ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അസെറ്റ് ആണ്. ഇന്ന് 1 കോടി ഇട്ടാൽ നാളെ ലാഭം ഉണ്ടെങ്കിൽ 1.20, 1.30 തിരിച്ചു കിട്ടും. സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്താലും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും അസെറ്റ്സ് ആണ്. ഞാനൊരു വീട്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അസെറ്റ് ആണോ? നമ്മുടെ ഫൈനാൻഷ്യൽ കോൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അസെറ്റ് ആണ്. ഞാനൊരു വീട് വാങ്ങി, വീട് എന്റെ അസെറ്റ് ആണ്. പക്ഷേ അങ്ങനെയാണ് കുറെ ആൾക്കാർ എന്ത് ചെയ്യുക, വലിയ വീടൊക്കെ വാങ്ങിയിടാം. വലിയ വീട് വാങ്ങിയിടുമ്പോൾ അത് ശരിക്കും പറഞ്ഞ അസെറ്റ് ആണോ ലയബിലിറ്റി ആണോ? അത് ശരിക്കും ഇൻ ദ ലാംഗ്വേജ് ഓഫ് റിച്ച് ഡാഡ് പുവർ ഡാഡ് അസെറ്റ് അല്ല. കാരണം എന്താന്ന് വെച്ചാൽ ഒരു വീട് വാങ്ങിക്കഴിഞ്ഞാൽ യെസ്, അതിന്റെ താഴെ വരുന്ന ലാൻഡിന് എന്തുണ്ട്, അപ്രീസിയേഷൻ ഉണ്ട്. ലാൻഡ് നമ്മൾ അസെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. പക്ഷേ വീട്, നിങ്ങൾ എത്ര വലുത് വീടാണോ വാങ്ങുന്നത് അത്രയും നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടും. യു വിൽ ഹാവ് ടു പേ ലോട്ട് ഓഫ് ഇലക്ട്രിസിറ്റി ബിൽ. അത്രയും നിങ്ങൾക്ക് അവിടെ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടും. ഇതെല്ലാം കൂടി വരുമ്പോൾ നിങ്ങൾ ഈ വീട്ടിൽ മാത്രമല്ല ചെലവ് ചെയ്യുന്നത്, വീട് വാങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇനിയും ഫണ്ട് ഇറക്കിക്കൊണ്ടിരിക്കണം. സോ നൗ liability is something which results in expenditure, whereas assets is something which results in income. ഇതാണ് അസറ്റും ലയബിലിറ്റിയിൽ വ്യത്യാസം. കാർ, ഞാൻ നല്ലൊരു വണ്ടി വാങ്ങി, മെർസിഡീസ്, റോൾസ് റോയ്സ്, ശരി, അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? അഗെയിൻ, എത്ര നല്ല വണ്ടി വാങ്ങിയാലും അതിന് ചെറിയൊരു സ്ക്രാച്ച് വന്നാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, ആ വണ്ടി പോയിട്ട് റിപ്പയർ ചെയ്യണം, അതിനുള്ള ചെലവ് ബെയർ ചെയ്യണം. പെട്രോൾ കോസ്റ്റ്, മെയിൻ്റനൻസ് കോസ്റ്റ്, സർവീസിംഗ് കോസ്റ്റ്. ഒരു വണ്ടി വാങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചെലവാണ് നമ്മൾ കൂട്ടുന്നത്. ആ വണ്ടി വെച്ച് നമുക്ക് എന്തെങ്കിലും ഇൻകം കിട്ടുന്നുണ്ടോ? ഇല്ല. ദാറ്റ് ബിക്കംസ് എ ലയബിലിറ്റി. ലോൺ വളരെ സിമ്പിൾ ആണ്. ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നു. ലോൺ എടുക്കുകയാണെങ്കിൽ അതും കൂടി എന്താണ്, അതും ഒരു ലയബിലിറ്റി ആണ്.
സോ ഫ്രണ്ട്സ്, ദ റൂൾ ഇസ് വെരി സിമ്പിൾ. നിങ്ങൾക്ക് റിച്ച് ആവണമെങ്കിൽ നിങ്ങളുടെ മെജോറിറ്റി ഇൻവെസ്റ്റ്മെന്റ്സും എവിടെയായിരിക്കണം? അസറ്റ്സിലായിരിക്കണം. എത്ര നിങ്ങളുടെ ഫണ്ട് അസറ്റ്സിൽ കിടക്കുന്നോ അത്രയും നിങ്ങൾക്ക് ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്ത് പോകാൻ പറ്റും. പണിയെടുക്കാതെ നല്ല പ്രോഫിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഐ വിൽ അഗൈൻ റിപ്പീറ്റ് ദ തിയറി വാട്ട് ഐ ടോൾഡ് യു earlier friends. Assets will put the money back inside your pocket, but liability will take the money out of your pocket. Assets will give you income, liability will give you expense. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എപ്പോഴും ആലോചിക്കണം, ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ എന്റെ പോക്കറ്റിലോട്ട് ക്യാഷ് വരികയാണോ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ പോക്കറ്റിന് ക്യാഷ് അങ്ങോട്ട് പോവുകയാണോ ചെയ്യുക. Alright, so you have to first realize that we should stop putting our money in liabilities and we should put all our money into assets. Let me come to the next point. Business. ഞാൻ നേരത്തെ സംസാരിച്ചിരുന്നു, ബിസിനസ് എന്താണ്? അസറ്റ് ആണ്. അപ്പൊ നമ്മൾ എല്ലാവരും ബിസിനസ്മാൻ ആണെങ്കിൽ നമുക്ക് നല്ലൊരു അസറ്റ് ഉണ്ട്. പക്ഷേ ഞാൻ കാണുന്ന 90% എന്റർപ്രണേഴ്സും ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അതിലോട്ട് ഫുൾ ടൈം പണിയെടുക്കും. ഫുൾ ടൈം യു വർക്ക് ഓൺ ദ ബിസിനസ്. അങ്ങനെ ഫുൾ ടൈം നിങ്ങളുടെ ബിസിനസ്സിലോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ അസറ്റ് അല്ല. അപ്പൊ നിങ്ങൾ എന്തായി? നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ നിങ്ങൾ ഒരു എംപ്ലോയി ആയിട്ടാണ് മാറുന്നത്. റൈറ്റ്? നിങ്ങളുടെ ബിസിനസ് ആണെങ്കിൽ മണി ഷുഡ് വർക്ക് ഫോർ യു, പീപ്പിൾ ഷുഡ് വർക്ക് ഫോർ യു, യു ഷുഡ് നോട്ട് ബി ദ വൺ വർക്കിംഗ് ഫോർ ദ മണി. That is the theory what they say over here. I should do business, I should invest, I should set up a team, they should do the business. Friends, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ രണ്ട് ഭാഗങ്ങളാണ് വരിക. റണ്ണിങ് ദ ബിസിനസ്, ഗ്രോയിങ് ദ ബിസിനസ്. ഓൾറൈറ്റ്, സാധാരണ റൺ ചെയ്യാനാണ് 90% ബിസിനസ് ആൾക്കാർ ഓടി നടക്കുന്നത്. ബിസിനസ് എങ്ങനെയെങ്കിലും നടന്നു പോയിക്കോട്ടെ. അത് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് ഒരു 2000 അല്ലെങ്കിൽ 3000 ഖത്തർ റിയാൽ കൊടുത്താൽ നമുക്കൊരു മാനേജർ കിട്ടും. ഒരു മാനേജർ കിട്ടിക്കഴിഞ്ഞാൽ അവർ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസ് റൺ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഞാൻ ഫ്രീ ആയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിസിനസിനെ കുറച്ചും കൂടി ഗ്രോ ചെയ്യാൻ പറ്റും. സോ ഫ്രണ്ട്സ്, എപ്പോഴും ആസ് എൻ ഇൻവെസ്റ്റർ ആൻഡ് ആസ് എ ബിസിനസ്മാൻ നമ്മുടെ ഉദ്ദേശം എന്തായിരിക്കണം? ഗ്രോത്ത് ആയിരിക്കണം. ഒരിക്കലും സ്റ്റാഗ്നേറ്റ് ആവാൻ നമ്മൾ പാടില്ല. ഓക്കെ, നൗ ഐ കം ടു ദ 7 lessons the investor should focus on. One by one ഈ ലെസൺസ് ഞാൻ പറഞ്ഞു തരും. ലെസൺ നമ്പർ 1, നോളേജ് ഇസ് മണി. ഞാൻ ഇന്നത്തെ സെഷൻ തുടങ്ങിയപ്പം ആദ്യം പറഞ്ഞ ആളുടെ പേരായിരുന്നു വാറൻ ബഫേ. വാറൻ ബഫേ ഒരു ദിവസത്തിൽ 5 മണിക്കൂർ ഇരുന്ന് 5 ന്യൂസ് പേപ്പറും പല ബിസിനസ് മാഗസീൻസും വായിക്കും. ഇത് വായിക്കുന്നത് അസറ്റ് ആണോ ലയബിലിറ്റി ആണോ? ഇറ്റ് ഇസ് ആൻ അസറ്റ്. വൈ? അത് അയാൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ഇൻടാൻജിബിൾ അസറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അയാൾക്ക് കിട്ടുന്ന ബിസിനസ് നോളേജ് വേറെ ഒരാൾക്കും ഇല്ല. അതുകൊണ്ട് മാത്രമാണ് വാറൻ ബഫയ്ക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും, ഞാൻ ഈ ബിസിനസ്സിൽ ഫണ്ട് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അവിടെ എന്ത് കിട്ടിയിരിക്കും? ലാഭം കിട്ടിയിരിക്കും. സോ ദാറ്റ് ഈസ് ദ പവർ ഓഫ് നോളജ്. നിങ്ങൾ എല്ലാവരും ഒരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഏറ്റവും ആദ്യം മൈൻഡിൽ വെക്കേണ്ട ഒരു പോയിന്റ് ആണ്, ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് 100% റിസർച്ച് യു ഷുഡ് ഡു ഫോർ ദാറ്റ് ബിസിനസ്. 100% റിസർച്ച്. Only once you do 100% research, put your money. Otherwise, you put your money in some business where you have not done your homework. Ultimately, എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് നഷ്ടം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. Okay, so here these are the points that you should keep in mind. Lesson number 1, knowledge is money. Do an in-depth study of the business where you are putting your money. Do market study. Study about the promoters. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടുത്തെ പ്രൊമോട്ടേഴ്സ് ആരാണ്? ഇപ്പം എലോൺ മസ്ക് എന്ന് പറഞ്ഞൊരു ആളിന്റെ മുകളിലാണ് ഒരുപാട് ആൾക്കാർ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആമസോണിന്റെ സിഇഒ ജെഫ് മോസസ്, അയാളെ നോക്കിയിട്ടാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബിൽ ഗേറ്റ്സ് നോക്കിയിട്ടാണ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പ്രൊമോട്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രൊമോട്ടേഴ്സ് നല്ല കേപ്പബിൾ ആയ ആൾക്കാരാണെങ്കിൽ എന്തായാലും ആ ബിസിനസ് പ്രോഫിറ്റിലോട്ട് മാറിയിരിക്കും. മാർക്കറ്റ് സ്റ്റഡി നല്ലോണം ചെയ്യണം. മാർക്കറ്റിൽ ഈ പറഞ്ഞ പ്രോഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഭാവിയിൽ സ്കോപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. സിമിലർലി യു ഷുഡ് ഡു സംതിങ് കോൾഡ് ആസ് എ SWOT അനാലിസിസ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ്. ആ കമ്പനിക്ക് എന്തൊക്കെ സ്ട്രെങ്ത് ഉണ്ട്, എന്തൊക്കെ വീക്ക്നെസ് ഉണ്ട്, എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ആണ്, എന്തൊക്കെ ത്രെറ്റ്സ് ഉണ്ട്, പ്രോപ്പർ ആയിട്ട് പഠിക്കണം. ഓക്കെ, എന്നിട്ട് മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് പോയിന്റ്, കോമ്പറ്റീറ്റേഴ്സ് സർവേ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്? അവരെത്ര ടേൺ ഓവർ ഉണ്ടാക്കുന്നു, നമുക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും, നമുക്ക് അവർ എങ്ങനെ പണി തരാൻ പറ്റും, എല്ലാ കാര്യങ്ങളും പഠിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു ബിസിനസ്സിലോട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ലെസൺ നമ്പർ 2, ROI. I will write and explain this to you.
ഫ്രണ്ട്സ്, ROI എന്ന് പറഞ്ഞാൽ ദ ഫോർമുല ഇസ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. ഞാൻ പല ഇൻവെസ്റ്റേഴ്സിന് ഡീൽ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന് കൺസൾട്ട് ചെയ്യാറുണ്ട്. അവര് ഏറ്റവും ആദ്യം എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഈ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എത്ര റിട്ടേൺസ് ആണ് കിട്ടിയിരിക്കുക, ഹൗ മച്ച് മണി വിൽ ഐ ഗെറ്റ് ബാക്ക്? ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ വാട്ട് മെനി ഇൻവെസ്റ്റേഴ്സ് ആസ്ക്. സോ ഫ്രണ്ട്സ്, അത് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് പറയുന്ന പേരാണ് ROI. ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലെറ്റ് us say 100,000 ഖത്തർ റിയാൽ ആണെങ്കിൽ, ഇഫ് ഐ എം ഗെറ്റിംഗ് 20,000 ഖത്തർ റിയാൽ ആസ് പ്രോഫിറ്റ്, എന്റെ ROI എത്രയായിട്ട് മാറി? 20%. അപ്പൊ നമ്മൾ പറയും, ഓ എത്ര 20% ROI ഉണ്ട്, നല്ല റിട്ടേൺസ് ആണ്, ലെറ്റ്സ് ഇൻവെസ്റ്റ് എന്നൊരു തീരുമാനം എടുക്കാറുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ എന്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം, നെവർ പുട്ട് യുവർ മണി ബേസ്ഡ് ഓൺ ROI. അതിന്റെ കാരണമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ, ഹൗ ഡു യു ഫൈൻഡ് ഔട്ട് ROI? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെന്റ്. am I right? ഈ ഇൻവെസ്റ്റ്മെന്റ് അവർ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇപ്പൊ രണ്ട് കമ്പനീസ് ആയിട്ട്, I'll give you an example here, maybe I'll take a separate slide altogether. സപ്പോസ് രണ്ട് കമ്പനി ഉണ്ട്, കമ്പനി A, കമ്പനി B. കമ്പനി എയിൽ വരുന്ന പ്രോഫിറ്റ് ഒരു 10 ആണെന്ന് വിചാരിക്കാം, അവിടെ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് 100 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ എത്ര റിട്ടേൺസ് കിട്ടുന്നത്? 10% ആണ് ROI കിട്ടുക. കമ്പനി B കിട്ടുന്ന പ്രോഫിറ്റ് 20 ആണെന്ന് വിചാരിക്കാം, അവിടെ വന്നിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോൾ 300 ആയിരിക്കും. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ റിട്ടേൺസ് എത്ര മാത്രമേ വരുന്നുള്ളൂ? 300ന്റെ 20 വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ്സ് അപ്രോക്സിമേറ്റ്ലി ഓൺലി 15% ആണ് തന്നത്. ഐ തിങ്ക്, ലെറ്റ് മീ ചെക്ക് ഹൗ മച്ച് ഇസ് 20 ഡിവൈഡഡ് ബൈ 300, 6.66% ആണ് വരുന്നത്. ഓക്കെ, ഇത് നോക്കുമ്പോൾ വാട്ട് വിൽ വി ഫീൽ? A is better. ഇവിടെ ഫണ്ട് ഇട്ടാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റ് വരും. ബട്ട് ഫ്രണ്ട്സ്, ദാറ്റ് കോൺസെപ്റ്റ് ഇസ് റോങ്. ബിക്കോസ് A എന്ത് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. നല്ലൊരു ബിസിനസ് സ്കോപ്പ് കണ്ടിട്ട് ഒരു 200 കോടിയുടെ ബിസിനസ് സ്കോപ്പ് ഉണ്ടെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ല. ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഗ്രോത്ത് എന്താവും? ബാധിക്കും. B എന്ത് ചെയ്തു? ലാഭം നോക്കാതെ കിട്ടിയ ലാഭം ഫുൾ എന്ത് ചെയ്തു? ഇൻവെസ്റ്റ് ചെയ്തു. അപ്പം ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് എന്തായി? കൂടി വന്നു. പക്ഷെ ശരിക്കും നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ഇവിടെ എത്രയുണ്ട്? 20 ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കമ്പനിക്കാണ് ഫ്യൂച്ചറിൽ ഒരു ഗ്രോത്തിന്റെ ഒരു സാധ്യത ഉണ്ടാവുക. ആമസോൺ, അതേപോലെ സ്വിഗ്ഗി, സൊമാറ്റോ, ഇങ്ങനത്തെ എല്ലാ കമ്പനീസിനും ROI ഭയങ്കര കുറവാണ്. ഇൻഫാക്ട് സ്വിഗ്ഗി, സൊമാറ്റോ ROI നെഗറ്റീവ് ആണ്. ഓക്കെ, എന്നാലും ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. കാരണം എന്താ? ROI കുറയാനുള്ള കാരണം എന്താണ്? അവർക്ക് കിട്ടുന്ന സകല പ്രോഫിറ്റ് അവർ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ദാറ്റ് ദ കമ്പനി ക്യാൻ ഗ്രോ. CEO ഒന്നും വേണ്ട, കമ്പനി വലുതാവട്ടെ, അതിനുശേഷം മാത്രം ആരെടുക്കുകയുള്ളൂ? CEO അത് എന്തെങ്കിലും ഫണ്ട്സ് എടുക്കുകയുള്ളൂ. ദിസ് ഇസ് വാട്ട് ഇസ് ബേസ്ഡ് ഓൺ ROI. സോ ഫ്രണ്ട്സ്, മൈ മെസ്സേജ് ടു ഓൾ ഓഫ് യു ഇസ് ദാറ്റ് ഒരു കാരണവശാലും ROI നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓക്കെ, ROI നോക്കി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ക്രിയേറ്റ് നെഗറ്റീവ് ഇഫക്ട്. ലോങ് ടേമിൽ നിങ്ങൾ ഇട്ട ഫണ്ട് എന്ത് തിരിച്ച് കിട്ടണം എന്നില്ല. That is lesson number 2. Now let us go to lesson number 3, payback period. ഇതും വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ എന്തായാലും ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ എന്നൊരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എത്ര കൊല്ലങ്ങളുടെ ഉള്ളിൽ എന്റെ ഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കും? അതിന്റെ അണ്ടറിൽ വരുന്ന രണ്ട് ടോപ്പിക്സ് ആണ് ഡിസ്കൗണ്ടഡ് പേ ബാക്ക്, അൺഡിസ്കൗണ്ടഡ് പേ ബാക്ക്. ഞാൻ ഇൻഡെപ്ത് കടക്കുന്നില്ല, ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ബിസിനസ് A ഞാനൊരു 100 ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതേ 100 എനിക്ക് എന്ത് ചെയ്യാം? ബിസിനസ് ബിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ബിസിനസ് A എനിക്ക് ഇയർ 1 ഒരു 30ന്റെ പ്രോഫിറ്റ് തരുന്നു, ഇയർ 2 40ന്റെ പ്രോഫിറ്റ് തരുന്നു, ഇയർ 3 വേറെ 50ന്റെ പ്രോഫിറ്റ് തരുവാണെങ്കിൽ ആദ്യത്തെ കൊല്ലം 30 എന്റെ റിട്ടേൺസ് കവറപ്പായി, രണ്ടാമത്തെ കൊല്ലം 40 കവറപ്പായി, മൂന്നാമത്തെ വർഷം ബാക്കി 30 കവർ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു 2.5 വർഷം ആകുമ്പോഴത്തേക്കും എന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് എനിക്ക് തിരിച്ചു കിട്ടുകയാണ്. സോ whatever money I put, I get my money back within 2.5 years. ബിസിനസ് ബിയിൽ അതേ 100 ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഇയർ 1 എനിക്ക് ഒന്നും കിട്ടൂല, 0 ആയിരിക്കും. ഇയർ 2 ഒറ്റയടിക്ക് 120 കിട്ടുകയാണെങ്കിൽ ഐ സ്റ്റിൽ ഗെറ്റ് ബാക്ക് മൈ മണി വിതിൻ ഹൗ മെനി ഇയേഴ്സ്? 2 years. ഇങ്ങനെയാണെങ്കിൽ ബിസിനസ് ബി ഇസ് ബെറ്റർ കമ്പയർഡ് ടു ബിസിനസ് എ. Payback period will tell you within how much time I will get my money back. എത്ര കൊല്ലം കൊണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട്സ് എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കും. അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തഡോളജിയാണ് പേ ബാക്ക് പീരിയഡ്. എവറിബഡി ക്ലിയർ വിത്ത് ദിസ്? ദിസ് ഇസ് വാട്ട് ഐ കോൾഡ് ആസ് ലെസൺ നമ്പർ 3. ആസ് എൻ ഇൻവെസ്റ്റർ ഒന്നും കൂടി റിവൈസ് ചെയ്ത് പറഞ്ഞുതരാം. ലെസൺ നമ്പർ 1, നോളജ് ഇസ് മണി. നിങ്ങൾ എവിടെയാണോ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഇൻഡെപ്ത് റിസർച്ച് ചെയ്യാതെ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത്.
ലെസൺ നമ്പർ 2, ROI നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇന്ന് റിട്ടേൺസ് കൂടുതലായിരിക്കും, നാളെ റിട്ടേൺസ് ചിലപ്പോൾ കുറഞ്ഞു പോകും. ROI ഒരിക്കലും ഫൈനാൻഷ്യൽ എക്സ്പേർട്സ് റെക്കമെൻഡ് ചെയ്യാറില്ല. പേ ബാക്ക് പീരീഡ് നോക്കണം. എത്ര കൊല്ലം കൊണ്ട് എന്റെ ഫണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എന്തായാലും നോക്കണം. ഐ ഷോഡ് യു അൺഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ്. ഡിസ്കൗണ്ടഡ് പേ ബാക്ക് പീരീഡ് കുറച്ചും കൂടി കാൽക്കുലേഷൻസ് ഉണ്ട്. അപ്പൊ ഞാൻ അതിലോട്ട് ഇപ്പൊ കടക്കുന്നില്ല. നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ അത് സഹായിച്ചു തരാം. ഓൾറൈറ്റ്. ലെസൺ 4, പ്രോഫിറ്റ്സ് ആർ നോട്ട് റെലവെന്റ്, ക്യാഷ് ഫ്ലോസ് ആർ റെലവെന്റ്. നൗ ദിസ് ഇസ് എ വെരി ഇൻട്രസ്റ്റിംഗ് തിങ്. നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുമ്പോൾ നോക്കുന്ന ഒരു കാര്യമാണ് പ്രോഫിറ്റ്. പക്ഷേ ഒരു ഇൻവെസ്റ്റർ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ ഒരിക്കലും പ്രോഫിറ്റ് അല്ല നോക്കേണ്ടത്, നിങ്ങൾ നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ ആണ്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ദർ ഇസ് എ വെരി പോപ്പുലർ ജോക്ക്. നിങ്ങളുടെ അടുത്ത് ഉള്ള കണക്ക് നിങ്ങൾ ഒരു 10 അക്കൗണ്ടന്മാരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 11 ലാഭമാണ് അവർ ഉണ്ടാക്കി തരിക. അക്കൗണ്ടിങ്ങിന് പല കൺഫ്യൂഷൻസും ഉണ്ട്. ഞാൻ പറയുന്ന പ്രോഫിറ്റ് നിങ്ങൾ അതേ കണക്ക് വേറൊരു CA-കാരന് പോയിട്ട് കൊടുത്താൽ കിട്ടുന്ന പ്രോഫിറ്റ് വ്യത്യാസം ഉണ്ടാവും. സോ പ്രോഫിറ്റ് ഇസ് സബ്ജക്ട് ടു ഒപ്പീനിയൻസ്. 1 minute friends, ആരോ അൺമ്യൂട്ട് ചെയ്തിട്ട്. I request you to please mute yourself. Yes, okay. So profits are subject to opinion. ഞാൻ ഒരു പ്രോഫിറ്റ് പറയുന്നു, മറ്റേ വേറെ പ്രോഫിറ്റ് പറയും. പ്രോഫിറ്റ് അവസാനത്തെ ഉദ്ദേശം എന്താണ്? ലാഭം ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കയ്യിൽ ക്യാഷ് കിട്ടിയിരിക്കണം. സോ ആസ് എൻ ഇൻവെസ്റ്റർ നിങ്ങൾ ഒരിക്കലും എന്തിലോട്ട് നോക്കരുത്, പ്രോഫിറ്റ്സ് എല്ലാം നോക്കേണ്ടത്. നിങ്ങൾ നോക്കേണ്ടത് എന്താണ്? ക്യാഷ് ഫ്ലോ ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനി, ഓക്കെ, പ്രോഫിറ്റ്സ് ഇപ്പൊ നെഗറ്റീവ് ആണ്, -50 ആണെന്ന് വിചാരിക്കാം. പക്ഷേ അവരുടെ ഇൻവെസ്റ്റേഴ്സ് കണ്ടുമാനുണ്ട്. അവരൊരു 500 ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഈ കമ്പനിയുടെ ക്യാഷ് ഫ്ലോ എന്താണ്? +450 ആണ്. മനസ്സിലായോ? അതേപോലെ വേറെ ഏതെങ്കിലും കമ്പനി നല്ല ഹൈ പ്രോഫിറ്റ് കമ്പനി ആയിരിക്കും, 100 പ്രോഫിറ്റുള്ള കമ്പനി ആയിരിക്കും, ആരും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറല്ല എന്നാണെങ്കിൽ ഈ കമ്പനിയെക്കാളും ബെറ്റർ ആയ കമ്പനിയാണ് എന്ത്? സൊമാറ്റോ. ഐ ഹോപ്പ് യു ആർ ക്ലിയർ വിത്ത് ദിസ് പാർട്ട് ഫ്രണ്ട്സ്. സോ ഐ റിപ്പീറ്റ് ലെസൺ നമ്പർ 4, profits are not relevant. What is relevant for you is only the cash flows. Okay. Lesson 5, cash flows മാത്രമല്ല ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ്. ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇയർ 0 ഈ കൊല്ലം സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനി ലോസിലാണ്, ബൈജൂസ് ആപ്പ് ലോസിലാണ്. പക്ഷെ ആൾക്കാർ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇന്ന് ക്യാഷ് ഫ്ലോ ലോസിലാണെന്ന് പറഞ്ഞത് കൊണ്ടല്ല, 5 കൊല്ലം കഴിഞ്ഞാൽ ഈ കമ്പനിക്ക് $1 ബില്യൺ വരെ ഏർണിങ്സ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. സോ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് എന്താണ്? ഫ്യൂച്ചറിൽ എനിക്ക് ലാഭം കിട്ടുമോ, കിട്ടൂലേ? ഫ്യൂച്ചറിൽ ലാഭം കിട്ടുകയാണെങ്കിൽ നമ്മൾ അത് എന്തായാലും കൺസിഡർ ചെയ്തിരിക്കണം. സോ ദാറ്റ് ഈസ് ലെസൺ നമ്പർ 5 ഫ്രണ്ട്സ്. യു ഷുഡ് ഓൾവേസ് ഫോക്കസ് ഓൺ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. നെക്സ്റ്റ് പോയിന്റ്, ലെസൺ നമ്പർ 6, business valuation report to study thoroughly. Friends, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. എവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഒരു വാല്യൂവേഷൻ എടുക്കണം. വളരെ അധികം ഇമ്പോർട്ടന്റ് ആണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനി സൊമാറ്റോ ആണെങ്കിൽ സൊമാറ്റോ ഹാസ് എ വാല്യൂവേഷൻ ഓഫ് $3.9 ബില്യൺ. ദിസ് ഇസ് എ ഹ്യൂജ് വാല്യൂവേഷൻ. പക്ഷേ കമ്പനി ശരിക്കും നടക്കുന്ന എന്തിനാണ്? ലോസിലാണ്. ഓക്കെ. ഈ കമ്പനിയുടെ എനിക്ക് സപ്പോസ് ഒരു ലെറ്റ് us say 50% ഷെയർസ് വാങ്ങണമെങ്കിൽ എനിക്ക് എത്ര വരെ ഫണ്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? 3.9ന്റെ 50% എത്രയാണ്? $1.95 ബില്യൺ വരെ എനിക്ക് എന്ത് ചെയ്യാം? ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിന്റെ താഴെ ഏത് ഡീൽ സ്ട്രൈക്ക് ചെയ്താലും അത് ഓക്കെ ആണ്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് വാല്യുവേഷൻ ചെയ്യാതെ വെറുതെ കമ്പനിയിൽ അറിയുന്നത് കൊണ്ട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരുപാട് ഇൻവെസ്റ്റേഴ്സും ലോസിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു 2-3 കൊല്ലം കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രിപ്പയർ എ വെരി ഗുഡ് ബിസിനസ് വാല്യുവേഷൻ റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഓൾറൈറ്റ്. I just repeat the 6 lessons what I told so far. Lesson 1, knowledge is money. Business thorough ആയിട്ട് പഠിക്കണം. Lesson number 2, ROI കൺസിഡർ ചെയ്യരുത്. Lesson number 3, പേ ബാക്ക് പീരീഡ് കൺസിഡർ ചെയ്യണം. Lesson number 4, പ്രോഫിറ്റ്സ് എല്ലാം നോക്കേണ്ടത് ക്യാഷ് ഫ്ലോസ് ആണ് നോക്കേണ്ടത്. Lesson number 5, ഇന്ന് കിട്ടുന്ന ക്യാഷ് ഫ്ലോ അല്ല, ഭാവിയിൽ കിട്ടുന്ന ക്യാഷ് ഫ്ലോസ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. Lesson number 6, ബിസിനസ് വാല്യുവേഷൻ റിപ്പോർട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ.
Now I go to the final lesson, lesson number 7. Do not put all your eggs in one basket. ഇത് വീണ്ടും വാറൻ ബഫെ പറഞ്ഞ ഒരു ലെസൺ ആണ്. What will happen if you put all the eggs in one basket? When the basket falls down, all the eggs will break. നിങ്ങളുടെ എല്ലാ ഫണ്ടും ഒരു ബിസിനസ്സിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ആ ബിസിനസ് പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ട് ആയി പോകും. They say you should distribute your eggs evenly. or വേറൊരു രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, never test the depth of a river with both your feet. രണ്ട് കാല് വെച്ചിട്ട് ഒരു ലേക്കിന്റെ ആഴം ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, മെഷർ ചെയ്യാൻ പാടില്ല. എന്താ സംഭവിക്കുക? രണ്ട് കാല് വിട്ട് കഴിഞ്ഞാൽ വെള്ളം ഡീപ്പാണെങ്കിൽ അയാൾ മുങ്ങിപ്പോകും. പക്ഷെ ഒരു കാല് മാത്രം ഇട്ട് നോക്കി കഴിഞ്ഞാൽ കാല് നിലം തൊടുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മാത്രം മതി, രണ്ടാമത്തെ കാല് ഇടാൻ പാടുള്ളൂ. The rule is very simple, friends. Do not put all your eggs in one basket. You should distribute and put your money. By doing so, you will be always safe. From my experience, ഞാൻ പണ്ട് മനസ്സിലാക്കിയ ഒരു പ്രൊപ്പോർഷൻ, മെജോറിറ്റി ഇൻവെസ്റ്റേഴ്സ് ചെയ്യുന്ന ഒരു പ്രൊപ്പോർഷൻ, നിങ്ങളുടെ കയ്യിൽ ഒരു 100% ഫണ്ട്സ് ഉണ്ടെങ്കിൽ 50% എപ്പോഴും സേഫ് ഫണ്ട്സിൽ ഇടുക. സേഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ബി FD, ഇറ്റ് ക്യാൻ ബി സം സേഫ് ബോണ്ട്സ്, ഗവൺമെന്റ് ബോണ്ട്സ് ആവാം, ഗോൾഡ് ആവാം. ഗോൾഡ് ഇസ് ഓൾസോ ട്രീറ്റഡ് ആസ് സേഫ്. ഗോൾഡ് ബോണ്ട്സ് ഉണ്ട്, അതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാം. 30% നമുക്ക് എന്ത് ചെയ്യാം, മോഡറേറ്റ് റിസ്കിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. മോഡറേറ്റ് റിസ്ക് എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട്സ് അതിൽ വരും, ഷെയർ മാർക്കറ്റ് അതിൽ വരും. നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാർ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനീസ് ആണെങ്കിൽ അതും കൂടി എന്തിൽ വരും, മോഡറേറ്റ് റിസ്കിൽ വരും. പക്ഷേ 20% എപ്പോഴും എന്ത് ചെയ്യണം, ഹൈ റിസ്ക് പ്രോജക്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം. എന്തുകൊണ്ട് ഫ്രണ്ട്സ്? ഈ 20% ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം ഇത് ലോസ് ആവും, ചിലപ്പോൾ ഇത് പ്രോഫിറ്റ് ആവും. ഇത് ലോസ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ 20% മാത്രമേ പോവുള്ളൂ. യു സ്റ്റിൽ ഹാവ് യുവർ 80% ലെഫ്റ്റ് വിത്ത് യു. ഇത് പ്രോഫിറ്റിലോട്ട് ആയി കഴിഞ്ഞാൽ ഫ്രണ്ട്സ്, ഐഡിയലി ഞാൻ കുറെ കമ്പനീസ് കൺസൾട്ട് ചെയ്ത് വെച്ചിട്ട് ഹൈ റിസ്കിൽ 20% ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും നിങ്ങൾ ശരിക്കും അത് പ്രോഫിറ്റിലായി മാറിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 70% റിട്ടേൺസ് ആണ്. മോഡറേറ്റ് റിസ്ക് യു വിൽ ഗെറ്റ് അറൌണ്ട് 20% റിട്ടേൺ. സേഫ് നിങ്ങൾക്ക് കിട്ടുന്ന ആകെ 10% കിട്ടുകയുള്ളൂ. ദാറ്റ് മീൻസ് നിങ്ങൾ 50% ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺസ് 10% ആയിരിക്കും. 30% ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് 20% ആയിരിക്കും. പക്ഷേ ഈ ഫൈനൽ 20% എവിടെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അത് കറക്റ്റ്ലി ഞാൻ പറഞ്ഞ റൂൾസ് വെച്ച് ചെയ്യുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് ബിസിനസ് പഠിക്കുന്നു, അതിന്റെ ROI കൺസിഡർ ചെയ്യുന്നില്ല, പേ ബാക്ക് നോക്കുന്നു, ക്യാഷ് ഫ്ലോസ് നോക്കുന്നു, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് നോക്കുന്നു, വാല്യുവേഷൻ നോക്കുന്നു, എല്ലാം പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് റിസ്കി ബിസിനസ് അല്ല. ഇവിടെ കിട്ടുന്ന എർണിങ്സ് നിങ്ങൾക്ക് ബാക്കി എല്ലാത്തിനെക്കാട്ടും കൂടുതലായിരിക്കും. ഒരു 2-3 കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സേഫ് ആയ കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മാറ്റി വെച്ചാലും പ്രശ്നം ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ മെജോറിറ്റി ഇൻകം വിൽ കം ഫ്രം ദ ഫൈനൽ 20% വിച്ച് ഗോസ് ഇൻ ടു ദ ഹൈ റിസ്ക് പോർട്ട്ഫോളിയോ. പിന്നെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് പോയി എന്ന് വിചാരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പോൾ നാളെ പോകും, റിസ്ക് ആണ്. റിസ്ക് എടുക്കുമ്പോൾ ഹൈ റിട്ടേൺസ് ആണ് അല്ലെങ്കിൽ ഹൈ ലോസസ് ആണ്. അതുകൊണ്ടാണ് അത് 20% മാത്രം എന്ത് ചെയ്യുന്നത്, റീസ്ട്രിക്ട് ചെയ്യുന്നത്. Friends, I have covered all the points which I wanted to cover. If you have any doubts, the dais is open. You can ask me your doubts. I will wait for your queries. Yes, friends. ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്യാം. ഇൻവെസ്റ്റർ ബേസ്ഡ് ആയിട്ടുള്ള എന്ത് കൺസേൺസ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഐ എം ഹിയർ ടു ക്ലാരിഫൈ ഇറ്റ് ഫോർ യു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് ക്യാഷ് ഫ്ലോ ആണ് ബെസ്റ്റ് പ്രോഫിറ്റിനേക്കാളെന്ന് പറഞ്ഞു. അപ്പൊ അത് ക്യാഷ് ഫ്ലോ ഉണ്ടാനെ കൊണ്ട് ഈ ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് ഇല്ലാണ്ട് എങ്ങനെയാണ് അവർക്ക് കൊടുത്ത കാശ് റിട്ടേൺ കിട്ടുക? അവിടെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റേഴ്സിന് എങ്ങനെയാണ് അവരുടെ ക്യാഷ് തിരിച്ചു കിട്ടുക എന്നാണ് ചോദ്യം, അല്ലെ? ഐ വിൽ എക്സ്പ്ലെയിൻ ദാറ്റ് ടു യു. ഇപ്പോൾ ലെറ്റ് us take Zomato. കാരണം ഞാനിത് പ്രാക്ടിക്കലി കുറെ റിസർച്ച് ചെയ്തൊരു കമ്പനി ആയതുകൊണ്ട് പറയാണ്. Zomato, ഓക്കെ, ഇവർ എന്ത് ചെയ്തു? ഇനീഷ്യലി ബൈ 1 get 1 ഫ്രീ എന്ന് പറഞ്ഞൊരു ഓഫർ ഇറക്കി. അപ്പൊ ഒരു ബിരിയാണി വിൽക്കുമ്പോൾ, ഓക്കെ, ഒരു 200 റുപ്പീസിന്റെ ബിരിയാണി സെയിൽ ചെയ്യുമ്പോൾ ഇവർ എന്ത് ചെയ്തു? രണ്ടാമത്തെ ബിരിയാണി കസ്റ്റമർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പൊ തരുൺ, ഞാനൊരു കസ്റ്റമർ ആണെന്ന് വിചാരിക്കാം. ഞാൻ റെസ്റ്റോറൻറ്റിൽ ആകെ എത്ര പേയ്മെന്റ് കൊടുക്കുള്ളൂ? 100 രൂപ മാത്രമേ കൊടുക്കുള്ളൂ, 100 റുപ്പീസ് മാത്രമേ കൊടുക്കുള്ളൂ. റെസ്റ്റോറൻറ്റ് എനിക്ക് എന്ത് ചെയ്തു? 2 ബിരിയാണി തന്നു. റെസ്റ്റോറൻറ്റ് എത്ര കിട്ടണം? 200 കിട്ടണം. ബാക്കി 100 ആരാ കൊടുക്കുന്നേ?
സൊമാറ്റോ ആണ് കൊടുക്കുന്നത്. അങ്ങനെ കൊടുത്തിട്ട് സൊമാറ്റോയുടെ ഇത് എന്തായിട്ട് മാറിയത് 200 രൂപയായിട്ട് മാറിയത്. ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് സൊമാറ്റോ ഇത് ചെയ്തത്? എന്റെ പോലത്തെ കുറെ സബ്സ്ക്രൈബേഴ്സിന് സൊമാറ്റോയിലോട്ട് കയറ്റാനാണ് ചെയ്തത്. നൗ സൊമാറ്റോ ഇസ് അറ്റ് ലോസ് ഇയർ 0. ഓക്കെ, നമുക്ക് ഇങ്ങനെ വെക്കാം. സൊമാറ്റോയുടെ പ്രോഫിറ്റ് ഇപ്പൊ എന്തിലാണ്? ലോസിലാണ്, ശരിയല്ലേ? ലെറ്റസ് ഒരു -100 ആണെന്ന് വിചാരിക്കാം. പക്ഷെ ഇപ്പോഴും ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ഇടുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ സൊമാറ്റോ എന്ന് പറഞ്ഞ കമ്പനി ഇത്രയും ഫണ്ട് ഇറക്കിയത് കൊണ്ട് അവർക്ക് ഇന്ന് മൊബൈൽ ആപ്ലിക്കേഷൻ, ഓക്കെ, യൂസേഴ്സ് നോക്കുകയാണെങ്കിൽ മൊത്തം മൊബൈൽ ആപ്ലിക്കേഷനിൽ 15% ഓഫ് ദ വേൾഡ് വൈഡ് യൂസേഴ്സ് ആർ യൂസിങ് സൊമാറ്റോ. ദാറ്റ് മീൻസ് 1 കോടി ആൾക്കാർ മൊബൈൽ ഫോൺസും ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ 15 lakh ആൾക്കാരും സൊമാറ്റോയുടെ ആപ്പ് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ഇവരൊക്കെ നാളെ റെഗുലർ ആയിട്ട് ഫുഡ് എവിടുന്ന് ഓർഡർ ചെയ്യാം? സൊമാറ്റോ നിന്നാണ് ഓർഡർ ചെയ്യാം. അപ്പം ഇൻവെസ്റ്റേഴ്സ് വേറെ ഫണ്ട് കൊണ്ടുവരുമ്പോൾ സപ്പോസ് ഒരു 450 കൊണ്ടുവന്നു. ഓക്കെ, ഇവിടെ ക്യാഷ് ഫ്ലോ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്തായി 350 സർപ്ലസിലാണ് നിൽക്കുന്നത്. ഇത് കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും ഈ ഫണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കമ്പനിക്ക് കുറച്ചുകൂടി സെയിൽ കൂട്ടാൻ പറ്റും. 1+1 ബിരിയാണി ഓഫർ ഫ്രീ ആയിട്ട് ജീവിതകാലം കൊടുക്കൂലല്ലോ, ആ ഓഫർ നിർത്തും. അതിനുശേഷം ഈ 15% ഒരു 20% ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയായിരിക്കും. ബട്ട് ദാറ്റ് പ്രോഫിറ്റ്സ് വിൽ ബി ഫ്യൂച്ചർ പ്രോഫിറ്റ്സ്. അത് പ്രോഫിറ്റ്സ് മാത്രമല്ല, ദാറ്റ് വിൽ ബി ദെയർ ക്യാഷ് പ്രോഫിറ്റ്സ് ആണ് വരിക. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റർ ആയിട്ട് നോക്കുന്നത് ഇന്നത്തെ ക്യാഷ് ഫ്ലോ അല്ല നോക്കുന്നത്. നമ്മൾ എന്താ നോക്കുന്നത്? ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ് ആണ് നോക്കുന്നത്. ഇന്ന് ഇൻവെസ്റ്റേഴ്സ് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഭാവിയിൽ നമുക്ക് അത് വെച്ചിട്ട് ഫണ്ട് റോൾ ചെയ്യാം, റിട്ടേൺസ് ബിൽഡ് ചെയ്യാം, പ്രോഫിറ്റ്സ് എന്തായാലും കൂട്ടാൻ പറ്റും. ഐ ഹോപ്പ് യുവർ ഡൗട്ട് ഇസ് ക്ലിയർ, മിസ്റ്റർ മുനീർ. Yes, it's clear. Thank you so much, Munir. Any other doubts? നിങ്ങൾക്ക് ഈ സെമിനാർ ബന്ധപ്പെട്ട് ചോദിക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വന്ന സംശയങ്ങളോ അങ്ങനെ എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞാൻ ലാസ്റ്റ് 10 years ആയിട്ട് ഇതേ ടോപ്പിക്കിലാണ് കൺസൾട്ടിങ്ങും ട്രെയിനിങ്ങും. അപ്പൊ എന്റെ ബ്ലഡിലൊക്കെ ഇത് തന്നെയാണ്. നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും എനിക്ക് ആൻസർ ചെയ്യാൻ പറ്റും. പറ്റുന്നില്ലെങ്കിൽ ഞാൻ നോക്കിയിട്ട് റിവേർട്ട് ചെയ്യുകയും ചെയ്യും. ഓൾറൈറ്റ്, ബട്ട് പ്ലീസ് ആസ്ക്. മനസ്സിലുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാം. ഒരു ഡൗട്ടും കൂടി ഉണ്ടായിരുന്നു. സാറ് 50 to 30% ഒരു കണക്ക് പറഞ്ഞു. അതായത് സേഫ് ബോണ്ട്, പിന്നെ 30% ബ്രോഡ് റേറ്റ് ടേം അനുസരിച്ച് അതിന്റെ ഡീറ്റെയിൽസ്, അതൊക്കെ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് അവൈലബിൾ എന്ന് നമുക്ക് റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ഒരു റെഫറൻസ് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യാൻ പറ്റും? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഇപ്പൊ മൈൻഡിൽ വെച്ചിട്ട് ആക്ച്വലി മാർക്കറ്റ് ഡ്രിവൻ ആണ്, എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, ഐ വിൽ ജസ്റ്റ് ഷോ യു. മേ ബി ഐ വേറെ റിപ്പോർട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിന്റെ ജസ്റ്റ് മേ ബി ഐ ഷോ യു എ സാമ്പിൾ. ജസ്റ്റ് ഒരു സാമ്പിൾ വേണമെങ്കിൽ കാണിച്ചു തരാം. റിസ്ക് ഫ്രീയും മോഡറേറ്റ് ഫ്രീ റിസ്ക് ഉള്ള കേസസ് കൂടി കാണിച്ചു തരാം. Alright. നോർമലി നമ്മളിത് ഓരോ റിയൽ ടൈം ബേസിസിൽ പഠിച്ചിട്ടാണ് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് വൺ റിസ്ക് ഫ്രീയിൽ വരുന്ന ഫസ്റ്റ് കേസാണ് ഈ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് വി ഹാവ് ടു ഡു ഇസ് ഈ FD റേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗോ ആൻഡ് സ്റ്റഡി മാർക്കറ്റിലുള്ള FDs ഏതൊക്കെ ഉണ്ട്, അതിന് വരുന്ന റേറ്റ്സ് എത്രയാണ് എന്ന് ഫുൾ ആയിട്ട് പഠിക്കും. ഇതിലോട്ട് നമ്മൾ ഒരു 5 years ഇട്ട് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ആ റിട്ടേൺസ് കിട്ടിയിരിക്കും. ഇത് നമ്മുടെ വൺ ഓഫ് ദ സേഫസ്റ്റ് മോഡ്സ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഓക്കെ, ഇതേപോലെ വരുന്ന ഒരു കേസാണ് ഗവൺമെന്റ് ബോണ്ട്സ്. അതും 20% വരും. ഞാനിവിടെ എഴുതി തരാം. സോറി, ഫസ്റ്റ് 50% വരുന്ന വൺ ഓഫ് ദി ഓപ്ഷൻസ് ഇസ് FDs. സെക്കൻഡ് വൺ ഗവൺമെന്റ് ബേസ്ഡ് ബോണ്ട്സ് വരും. ഓക്കെ, പിന്നെ ഗോൾഡ് വരാതിരിക്കാം. അത് ആൾക്കാരുടെ പെർസെപ്ഷന്റെ മുകളിൽ ഡിപ്പെൻഡ് ചെയ്യും. നിങ്ങളൊരു ഇൻവെസ്റ്റർ ആണെങ്കിൽ ഞാൻ നോർമലി ഗോൾഡിനെ കുറച്ച് റിസ്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ഈ ഇന്ത്യൻ സെന്റിമെന്റ് ആൻഡ് GCC സെന്റിമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഗോൾഡിന് ഒരിക്കലും വില കുറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ആൾക്കാർ അതിന് ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ കൂടിയാണ് ഗോൾഡ്.
So on an average, unless something extremely uncertain happens, gold will always retain the price what it is having. So ഇതൊക്കെയാണ് വരിക. അപ്പം ബോൺസ് എന്ന് പറയുമ്പോൾ we have many bonds. Debt funds are normally risk free. ഇവിടെ IDFC ബോണ്ട് ഉണ്ട്, ICICI ബോണ്ട് ഫണ്ട്സ് ഉണ്ട്. ഇതെല്ലാത്ത റിട്ടേൺസ് നമ്മൾ ഇവിടെ നോക്കിയിട്ട് പഠിച്ചിട്ട് എവിടെയാണോ ബെസ്റ്റ് റിട്ടേൺസ് കിട്ടുന്നതും അതിന്റെ റിസ്ക് ഫാക്ടർ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബോൺസിനെ നമുക്ക് നോർമലി ഇൻവെസ്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ബോൺസ് സേഫ് എന്ന് പറഞ്ഞാൽ, ബോൺസ് ആർ നോർമലി ഇഷ്യൂഡ് ബൈ ദി ഗവൺമെന്റ്. IDFC ഗവൺമെന്റ് ബോൺസ് ആണ്. ഗവൺമെന്റ് ഒരിക്കലും ഫണ്ട് എന്ത് ചെയ്യൂല, ഡീഫോൾട്ട് ചെയ്യൂല. കുറച്ച് ഡിലേ ആക്കുകയാണെങ്കിലും അവർ ഡീഫോൾട്ട് ചിലപ്പോൾ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ദാറ്റ് കംസ് അണ്ടർ 50%. 30% നോർമലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന കേസസ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ പറഞ്ഞ മ്യൂച്വൽ ഫണ്ട്സ് വരും. ഡയറക്ട്ലി നിങ്ങൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതും ഇതിൽ പോസിബിൾ ആണ്. പക്ഷെ ഇത് റിസ്കിയില വരിക, അത് ഇവിടെ വരില്ല. പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് യുവർ നോൺ കമ്പനീസ്. നോൺ കമ്പനീസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ് ബിസിനസ് ചെയ്യാണ്, യു നോ ദ ഇൻഡിവിജ്വൽ, അയാളുടെ കപ്പാസിറ്റി നിങ്ങൾക്ക് അറിയാം, അയാൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ കാണുന്നുണ്ട്, അതിൽ സെയിൽസ് നിങ്ങൾ കാണുന്നുണ്ട്, യു നോ ആ ബിസിനസ്സിൽ ഫണ്ട് ഇട്ടാൽ നഷ്ടം വരാനുള്ള ചാൻസ് കുറവാണ്. ദാറ്റ് കംസ് അണ്ടർ 30%. റൈറ്റ്. ബാലൻസ് 20% വരുന്നത് കുറച്ച് ഹൈ റിസ്ക് എന്നാണ് പറയാ. ആക്ച്വലി ഹൈ റിസ്ക് അല്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാറൻ ബഫയുടെ പോലെ നിങ്ങളൊരു കമ്പനി പഠിച്ചിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് റിസ്കി കേസ് അല്ല. ഞാൻ അങ്ങനെ കുറെ കമ്പനി റിസർച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ കുറെ കമ്പനീസ് ടോപ്പ് ലിസ്റ്റ് ചെയ്തിട്ട് എനിക്ക് അറിയാം ഈ കമ്പനീസിലൊക്കെ നോർമലി ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഇൻവെസ്റ്റേഴ്സോട് പറയുമ്പോൾ ഹൈ റിസ്ക് ആയിട്ട് പറയുകയാണെങ്കിലും എനിക്കത് അറിയാം അത് ഹൈ റിസ്ക് അല്ല. അങ്ങനത്തെ കുറെ പ്രോജക്ട്സ് ഇപ്പോൾ വരുന്നുണ്ട്. ഒരുപാട് IT സ്റ്റാർട്ടപ്സ് ഉണ്ട്, ഇന്നോവേറ്റീവ് ഐഡിയ. ഫോർ ഞാൻ തന്നെ എനിക്കെന്ന് അറിയുന്ന ഒരു ക്ലയന്റ് ഉണ്ട്, ഹീസ് ഇൻ ടു ആൻ ആപ്പ് വിച്ച് ഇസ് സിമിലർ ടു ബൈജൂസ് ആപ്പ്. ബൈജൂസ് ആപ്പിന്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി ഓവർകം ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ വെച്ച് ആപ്പ് ഇറക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു പ്രോഡക്റ്റിൽ മാർക്കറ്റിൽ കോമ്പറ്റീഷൻ വന്നിട്ടില്ലെങ്കിൽ പീപ്പിൾ വിൽ മേക്ക് ഹ്യൂജ് പ്രോഫിറ്റ്. ഹ്യൂജ് എന്ന് പറഞ്ഞാൽ IT-ലൊക്കെ 10x ആണ് ഇവർ പ്രോഫിറ്റ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ റിട്ടേൺസ് ഒരിക്കലും നമുക്ക് നോർമൽ ബിസിനസ്സിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ IT ആയതുകൊണ്ട് ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും, ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും റിസ്ക് വന്നാൽ ആ ഫുൾ ഇൻവെസ്റ്റ്മെന്റ് പോവുകയും ചെയ്യും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ IPOs വരാറുണ്ട് നോർമലി ഷെയർ മാർക്കറ്റിൽ. ഇനീഷ്യലി പെട്ടെന്ന് കയറും, പിന്നെ പെട്ടെന്ന് വീഴാറുമുണ്ട്. അതും എന്തിലാണ് വരിക, ഹൈ റിസ്കിലാണ് വരിക. നോർമലി ഇക്വിറ്റി ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ഹൈ റിസ്ക് കാറ്റഗറിയിലാണ് റെക്കമെൻഡ് ചെയ്യാറ്. 50% will be safe, 30% will be medium risk. I hope you are clear with this, sir. യെസ്, അതിൽ ഒരു കൺസേൺ ഉള്ളത് നിങ്ങള് നമ്മളെ ബിലീഫായിട്ട് ബന്ധമുണ്ടെന്നല്ല, നമുക്ക് ഇൻട്രസ്റ്റ് ബേസ്ഡ് ഉള്ളത് പോകാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാവുമ്പോൾ നമുക്ക് അതിന്റെ അപ്പോ അങ്ങനെയുള്ള ഒരു കൺസൾട്ട് സാർ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺസ് ബേസ്ഡ് ഓൺ ഇസ്ലാമിക് ഫൈനാൻസ് ആണ് സാർ സംസാരിക്കുന്നത്, ശരിയല്ലേ? അതെ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ വേർ യു ക്യാൻ പുട്ട് യുവർ മണി എന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് വരുന്നത് ഈ ബിസിനസ് വെഞ്ചേഴ്സ് ആണ് നോർമലി വരിക. ദർ ആർ മെനി കമ്പനീസ് വിച്ച് ഡു ബിസിനസ് ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യും. വേർ അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ, ആസ് യു ടോൾഡ്, റിട്ടേൺസ് പോസിറ്റീവ് ആണെങ്കിൽ ദേ വിൽ ഗിവ് യു ദ ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ, റിട്ടേൺസ് നെഗറ്റീവ് ആണെങ്കിൽ ദ ലോസ് വിൽ ബി സഫേർഡ് ബൈ ദം. അങ്ങനത്തെ കുറെ മോഡൽസ് ഉണ്ട്. ബട്ട് ഇഫ് യു വാണ്ട് ഐ വിൽ ഡു ആൻ ഇൻഡെപ്ത് റിസർച്ച്. ഞാൻ അങ്ങനെ ഇപ്പം GCC ബേസ്ഡ് ആയിട്ട് അങ്ങനെ റിസർച്ച് ചെയ്തിട്ടില്ല. ഐ വിൽ ചെക്ക് ദാറ്റ് ആൻഡ് ഐ വിൽ ഗെറ്റ് ബാക്ക് ടു യു ഫോർ ഷുവർ. ഓക്കെ. Okay, thank you. Thank you so much. Yes. Any other concern? Any other queries? Yes, Mr. Tarun Abdul Wahid ആണ്. ഈ ക്യാഷ് ഫ്ലോ കാര്യം പറഞ്ഞല്ലോ, ക്യാഷ് ഫ്ലോ, പിന്നെ ക്യാഷ് ഫ്ലോ, ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ. അപ്പൊ അത് എക്സിസ്റ്റിംഗ് കമ്പനീസിന്റെ കാര്യമാണ്. സ്റ്റാർട്ടപ്സിന്റെ ഇതിനൊക്കെ എങ്ങനെയായിരിക്കും അത്? ലൈക് ബിക്കോസ് വി കനോട്ട് പ്രെഡിക്റ്റ് അത് എങ്ങനെ പോകുന്നൊന്നും നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കൺവിൻസ് ചെയ്യാനും പറ്റുന്നത്. ബിക്കോസ് ഇറ്റ് വിൽ ഗോ, അത് എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു. ഓക്കെ, ഒരു സ്റ്റാർട്ടപ്പ് കമ്പനി ആണെങ്കിൽ അതിന്റെ ക്യാഷ് ഫ്ലോസ് എങ്ങനെ പ്രെഡിക്ട് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ, ശരിയല്ലേ? See, I will tell you how we normally do it. ഒരു സ്റ്റാർട്ടപ്പ് IT കമ്പനി ആണെങ്കിൽ, ഓക്കെ, ഇവരുടെ മെയിൻ ക്വസ്റ്റ്യൻ എന്താണ് അവിടെ വരുന്നത്? റവന്യൂ ആണ്. Am I right? Okay. സ്റ്റാർട്ടപ്സിന് ഏറ്റവും അധികം ചാലഞ്ചിങ് ആയ പോയിന്റ്, will they be able to generate the revenue what they are predicting എന്ന് പറയും. So normally what we do is whenever there is a startup company, നമ്മൾ അവർക്ക് 3 cash flows ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. One is called as the optimistic cash flow. Second one is called as the pessimistic cash flow. And the third one is called as the most likely cash flow.
ഇങ്ങനെ 3 കാറ്റഗറീസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, അത് ക്യാഷ് ഫ്ലോസ് ഉണ്ടാക്കുക. മാർക്കറ്റ് നല്ല ബൂമിലാണെങ്കിൽ അവർ ചിലപ്പോൾ പറയും 100 ആണ് എന്റെ റവന്യൂ എന്ന് പറയും. പെസിമിസ്റ്റിക് ആണെങ്കിൽ ചിലപ്പോൾ 50 മാത്രം ഉണ്ടാവുള്ളൂ. മോസ്റ്റ് ലൈക്ലി വിൽ ബി അറൌണ്ട് 75. ഇത് 3 വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് ഫ്ലോ കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം വളരെ എളുപ്പമാണ്. ബിക്കോസ് എക്സ്പെൻസ് എന്ന് പറയുന്നത് ഏതർ വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. വേരിയബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിൽ കൂടുമ്പോൾ നമ്മുടെ ചെലവ് കൂടിപ്പോകും. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാൻ ഈ എന്താ പറയാ, സെയിൽസ് കൂടിയാലും കുറഞ്ഞാലും എന്റെ കോസ്റ്റ് എപ്പോഴും എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അതിനാണ് എന്ത് പറയാ, ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. വൺസ് ഐ ഗെറ്റ് ദ റവന്യൂ കാൽക്കുലേഷൻ, ഇത് 3 ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പെസിമിസ്റ്റിക്കിൽ വരെ if you are able to make a positive cash flow എന്നാണെങ്കിൽ I will recommend you can put your money in that business. Okay, പക്ഷേ ഈ പെസിമിസ്റ്റിക് ക്യാഷ് ഫ്ലോയിൽ വളരെ നെഗറ്റീവ് ആണ്. ഓപ്റ്റിമിസ്റ്റിക്കിൽ മാത്രമേ പോസിറ്റീവ് ആണെങ്കിൽ കുറച്ചും കൂടി ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം. മാർക്കറ്റ് ഡിമാൻഡ്, ഫ്യൂച്ചറിൽ എന്ത് സ്കോപ്പ് ഉണ്ട്, കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയുണ്ട്, പ്രൊമോട്ടേഴ്സിന്റെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി, സ്വാട്ട് അനാലിസിസ്, ഫസ്റ്റ് പോയിന്റ് പറഞ്ഞ പോലെ നമുക്കത് ചെക്ക് ചെയ്യേണ്ടി വരും. ഐ ഹോപ്പ് യു ആർ ക്ലിയർ സർ. ഓക്കെ, താങ്ക് യു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് നമ്മുടെ ഇപ്പൊ പറഞ്ഞതിൽ റിയൽ എസ്റ്റേറ്റ് ഒന്നും ടച്ച് ചെയ്തില്ല. അതിനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? എന്താണ് ഇപ്പോഴത്തെ ട്രെൻഡ്, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഇൻ എസ്പെഷ്യലി കേരള, സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അത് ഞാൻ ജസ്റ്റ് ബ്രീഫ് ആയിട്ട് പറഞ്ഞുതരാം. Real estate market is a little bit of a volatile market. Normally, real estate also comes under the 30% category because real estate is something which is market driven. അപ്പോൾ അവിടെ അധികം ലോസ് വരാനുള്ള ചാൻസസ് കുറവാണെങ്കിലും ആസ് ഓഫ് നൗ ബിക്കോസ് ഓഫ് കോവിഡ് ആൻഡ് എവറിഥിങ് ദി ഓവറോൾ ഇൻഡസ്ട്രി ഇസ് ലിറ്റിൽ ബിറ്റ് ഡൗൺ. അങ്ങനത്തെ ഒരു കൺസേൺ ആണ് ഇപ്പം കേരള മാർക്കറ്റിൽ നിൽക്കുന്നത്. പക്ഷേ മേ ബി ദിസ് 1 year ഗെറ്റ്സ് ഓവർ, റിയൽ എസ്റ്റേറ്റ് വിൽ പിക്ക് അപ്പ് ഡ്രാസ്റ്റിക്കലി ആൻഡ് തിങ്സ് വിൽ ബി വെരി വെരി പോസിറ്റീവ്. സോ റിയൽ എസ്റ്റേറ്റ് ഇസ് കമ്മിങ് അണ്ടർ ദ 30% കാറ്റഗറി. ഹൈ റിസ്ക് അല്ല, ആബ്സൊല്യൂട്ട്ലി സേഫ് അല്ല, ഒരു മീഡിയം റിസ്ക് കാറ്റഗറിയിലാണ് ഞാനത് കാറ്റഗറൈസ് ചെയ്തിരുന്നത്. മേ ബി ഞാനത് ഓപ്പൺ ആയിട്ട് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു so much, sir.